LPG ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നത് യഥാർത്ഥ ഉപഭോക്താവാണോ എന്ന് ഉറപ്പാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ മസ്റ്ററിംഗ് ഇപ്പം നിർബന്ധമാക്കിയിട്ടുണ്ട്. അതായത് ഈ KYC ചെയ്യുക എന്നുള്ളത് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ KYC ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ വീട്ടിലിരുന്നു കൊണ്ട് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു 5-6 മിനിറ്റ്സ് മാറ്റി വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ KYC ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ ഓയിലിന്റെ ഇന്ത്യൻ LPG ഗ്യാസ് കണക്ഷന്റെ ഈ KYC എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ആദ്യം മൊത്തം ഒന്ന് കാണുക. അതിനുശേഷമേ നിങ്ങൾ ഈ പറയുന്ന പ്രോസസ്സിങ് ചെയ്യാനായിട്ട് പോകാവൂ. പലരും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ മൊത്തം കാണാതെ ആദ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏറ്റവും മൂലം മനസ്സിലാക്കിയിട്ട് ഈ KYC ചെയ്യാനായിട്ട് പോകും. അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അങ്ങനെയാണ് മിക്ക ആളുകൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റത്തില്ല, നിങ്ങൾ ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആദ്യം ഈ വീഡിയോ മൊത്തം ഒന്ന് കാണുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു പ്രോസസ്സിംഗ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഡൗട്ട്സ് വരികയാണെങ്കിൽ ഒന്നുകൂടി വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് പെട്ടെന്ന് തന്നെ ഈ KYC നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ സംസാരിച്ച സമയം കളയത്തില്ല. എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സിംഗ് എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയുള്ളൂ. ആദ്യം തന്നെ നിങ്ങൾ 2 ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യണം. ഇന്ത്യൻ ഓയിൽ 1 എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനും ആധാർ ഫേസ് RD എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ആദ്യം ഓപ്പൺ ആക്കേണ്ടത് ഇന്ത്യൻ ഓയിൽ 1 എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും കാണുക. ഇവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ രജിസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ രജിസ്ട്രേഡ് മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. നിങ്ങളുടെ ഫോണിലുള്ള ഒരു ഇമെയിൽ ID എൻ്റർ ചെയ്യുക. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും എൻ്റർ ചെയ്ത് ഐ എഗ്രി എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാനൊന്ന് എൻ്റർ ചെയ്യുകയാണ്. ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. നിങ്ങൾ ഇവിടെ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. OTP എൻ്റർ ചെയ്ത് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ആ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്പേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും, ആൽഫബറ്റ് അപ്പർ കേസും ലോവർ കേസും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ആ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെയുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ട് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഈ ആപ്പിന്റെ ലോഗിൻ സെക്ഷനിൽ വന്നിട്ട് നമ്മുടെ മൊബൈൽ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കും. അതിനുശേഷം ലോഗിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ഓയിലിൻ്റെ ആപ്പിൽ ലോഗിൻ ആയിട്ടുണ്ട്. ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കുറേയധികം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മളിപ്പോൾ അതിലേക്കൊന്നുമല്ല പോകുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിൽ ഈ 3 വരയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. മൈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലിങ്ക് യുവർ എക്സിസ്റ്റിംഗ് LPG ID എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അവിടെ ലിങ്ക് എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു 16 ഡിജിറ്റുള്ള നമ്മുടെ LPG ID എൻ്റർ ചെയ്യാനായിട്ട് വരും. അപ്പോൾ LPG ID നിങ്ങളുടെ പാസ്ബുക്കിൽ ഒരു പക്ഷേ കാണാൻ സാധ്യതയുണ്ട്. അത് പാസ്ബുക്കിൽ നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു LPG ID എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ കമ്പ്യൂട്ടർ സ്ക്രീനിലാണ് ഈ ഒരു കാര്യം കാണിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഇതേ കാര്യം നിങ്ങൾക്ക് മൊബൈലിൽ നിന്ന് ചെയ്യാൻ പറ്റും. അതിനായിട്ട് MyLPG.in എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിലേക്ക് എത്തുക. ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ 3 സിലിണ്ടറിന്റെ പടം കൊടുത്തിട്ടുണ്ട്. ഭാരത് ഗ്യാസ്, അതേപോലെ ഇന്ത്യൻ HP, അങ്ങനെ 3 കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് മുകളിലായിട്ട് ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യണേ. അതിനുശേഷം ഇവിടെ നമ്മളുടെ ഗ്യാസ് ഏജൻസി ഏതാണ്, അത് ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഇന്ത്യൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ പുതിയൊരു പേജ് ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരുവേ. ഇവിടെ നമ്മൾ ജസ്റ്റ് നമ്മളുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗ്യാസ് ഏജൻസിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇവിടെ ഡിസ്ട്രിബ്യൂട്ടർ നെയിമും കൺസ്യൂമർ നമ്പറും കൊടുക്കാനുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ മൊബൈൽ നമ്പർ വെച്ചാണ് ഇതിൽ ലോഗ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഇവിടെ പ്രൊസീഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പം നമ്മൾ കൊടുത്ത രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്യണം. ഞാൻ OTP എൻ്റർ ചെയ്ത് വെരിഫൈയിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ എൻ്റെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു LPG ID ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മളെടുത്ത ആ ഒരു LPG ID ഇവിടെ 16 ഡിജിറ്റ് കാണിച്ചിരിക്കുന്നിടത്ത് എൻ്റർ ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ 3 ഡിജിറ്റ് ഇവിടെ കാണും. ബാക്കി എത്ര ഡിജിറ്റ് ആണുള്ളത് അത് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലൊരു ഇന്റർഫേസ് വരും. ഇവിടെ കൺസ്യൂമർ ഡീറ്റെയിൽസ് വരും, നമ്മുടെ മൊബൈൽ നമ്പറും പേരും കാര്യങ്ങളൊക്കെ വരും. അതിനുശേഷം ഏറ്റവും താഴേക്ക് നോക്കുന്നുണ്ട് ഇവിടെ യെസ് ഇറ്റ്സ് കറക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും റോങ് ആണെന്നുണ്ടെങ്കിൽ നോ ഇറ്റ്സ് റോങ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരുത്തി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ യെസ് ഇറ്റ്സ് കറക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് വീണ്ടും ഒരു OTP വരും. OTP എൻ്റർ ചെയ്ത് കൊടുത്തപ്പം കൺഫേംഡ് എന്ന് പറഞ്ഞ് ഇതുപോലൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് റീലോഗിൻ ചെയ്യാനാണ് പറയുന്നത്. അതായത് ലോഗ് ഔട്ട് ആയിട്ടുണ്ട്, വീണ്ടും നമ്മൾ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ വീണ്ടും നമ്മുടെ മൊബൈൽ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുത്ത് ലോഗിൻ നൗയിൽ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഹോം പേജിൽ നിന്ന് ഈ ലെഫ്റ്റ് സൈഡിലുള്ള 3 വരയിൽ ക്ലിക്ക് ചെയ്ത് മൈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുന്നു. മൈ പ്രൊഫൈലിൽ ഇപ്പം നമ്മുടെ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കുറേ അധികം ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. നമ്മുടെ LPG ID ഏതാണെന്നുള്ളതൊക്കെ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. മുമ്പ് നമുക്ക് ഈ ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ചെയ്യേണ്ടത് KYC എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഈ കാണുന്ന ഈ ഒരു ബോക്സ് ചെക്ക് ചെയ്യണം.
അതിനുശേഷം താഴെയായിട്ട് ഫേസ് സ്കാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഫേസ് സ്കാനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ട് നമ്മുടെ ഫേസ് സ്കാൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. KYC ചെയ്യുമ്പോൾ ഫോട്ടോ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകാനായിട്ട് ഒരു റൗണ്ടിനുള്ളിലായിരിക്കും ആ ക്യാമറ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മുടെ ഫേസ് മൊത്തം അതിൽ കവർ ചെയ്ത് വരണം. അതിനോടൊപ്പം തന്നെ കണ്ണടച്ച് തുറക്കുന്നത് നല്ല രീതിയിൽ കണ്ണ് തുറന്ന് അടയ്ക്കുക, എന്നെങ്കിൽ മാത്രമേ അത് സക്സസ് ആയിട്ട് വെരിഫൈ ആകത്തുള്ളൂ. അല്ലെങ്കിൽ എറർ മെസ്സേജ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. ഒരു പ്രാവശ്യം കൺഫേം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമർ ഡീറ്റെയിൽസ് വരും. അവിടെ നമ്മുടെ പേരും നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ കാണാൻ സാധിക്കും കൺഫേം യുവർ KYC ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. സബ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് ഒരു മെസ്സേജും വന്നു. ഡിയർ കസ്റ്റമർ യുവർ KYC റിക്വസ്റ്റ് എഗെയിൻസ്റ്റ് ആ നമ്പർ, നമ്മളുടെ കസ്റ്റമർ നമ്പരും ഹാസ് ബീൻ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യമേ ഉള്ളൂ LPG ഗ്യാസ് കണക്ഷന്റെ ഈ KYC ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കണ്ട. തീർച്ചയായിട്ടും റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതേപോലെയുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കാനായിട്ട് ബെൽ ഐക്കണിലൂടെ ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കാണാം. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.